അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരീ സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. അത് കേവലം ഒരു വിവരണം മാത്രമല്ല, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു പ്രബോധനം കൂടിയാണ്. ഈ ഹദീസ് നിവേദനം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: സത്യസന്ധനും വിശ്വസ്തനുമായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ഹദീസ് കേവലം ഒരു വിവരമല്ല, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹുവിൽ നിന്ന് നേരിട്ട് ലഭിച്ച അറിവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ വാക്കിനും അഗാധമായ അർത്ഥമുണ്ട്. നബി സല്ലല്ലാഹു സ്വന്തം അഭിപ്രായങ്ങൾ പറയുകയായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ബോധനങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. ഈ തിരിച്ചറിവാണ് സഹാബിമാർക്ക് ഓരോ ഹദീസിനോടും ആഴമായ ഭയഭക്തിയും ആദരവും നൽകിയത്. ഈ ഹദീസിന്റെ ആദ്യ ഭാഗം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു പറഞ്ഞു: നിങ്ങളിൽ ഒരാളുടെ സൃഷ്ടിപ്പ് അവന്റെ മാതാവിന്റെ ഉദരത്തിൽ 40 ദിവസം കൊണ്ട് ഒരു നുത്ഫ, ഒരു തുള്ളി ശുക്ലമായി ഒരുമിപ്പിക്കപ്പെടുന്നു. പിന്നീട് അടുത്ത 40 ദിവസം അതൊരു അലഖരക്തക്കട്ടയായി മാറുന്നു. തുടർന്ന് അടുത്ത 40 ദിവസം അതൊരു മുദ്ഗ, ഒരു കഷ്ണം മാംസമായി തീരുന്നു. നബി സല്ലല്ലാഹു ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഭ്രൂണശാസ്ത്രം വികസിച്ചിട്ടില്ല. ശാസ്ത്രത്തിന് ഈ വിവരങ്ങൾ അറിയാൻ നൂറ്റാണ്ടുകൾ വേണ്ടിവന്നു. പക്ഷേ നബി സല്ലല്ലാഹു ഈ യാഥാർത്ഥ്യം കൃത്യമായ ഇടവേളകളോടുകൂടി നമുക്ക് പറഞ്ഞു തന്നു. ഇത് നബി സല്ലല്ലാഹു അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അറിവിന്റെ തെളിവാണ്. ഈ വിവരണങ്ങൾ കേട്ട് സഹാബിമാർ അമ്പരന്ന് പോയിട്ടുണ്ടാകണം. കാരണം അവർക്ക് അറിവില്ലാത്ത ഒരു ലോകമാണ് നബി സല്ലല്ലാഹു അവർക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. ഈ 3 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ, അഥവാ 120 ദിവസങ്ങൾ കഴിയുമ്പോൾ, അള്ളാഹു ഒരു മലക്കിനെ അയക്കുന്നു. ആ മലക്ക് ആ ശിശുവിലേക്ക് ആത്മാവിനെ ഊതുന്നു. അതോടൊപ്പം 4 കാര്യങ്ങൾ രേഖപ്പെടുത്താനും അള്ളാഹു ആ മലക്കിനോട് കൽപ്പിക്കുന്നു. എന്തൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? റിസ്ക് അഥവാ ഉപജീവനം. ഈ കുഞ്ഞിന് അതിന്റെ ജീവിതകാലം മുഴുവൻ ലഭിക്കാൻ പോകുന്ന ആഹാരവും സമ്പത്തും എത്രയാണെന്ന് രേഖപ്പെടുത്തുന്നു. അജൽ അഥവാ ജീവിത ദൈർഘ്യം. ഈ കുഞ്ഞ് എത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന് രേഖപ്പെടുത്തുന്നു. അമൽ, അവന്റെ പ്രവർത്തനങ്ങൾ. അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ പോകുന്ന നല്ലതും ചീത്തയുമായ എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്നു. ശുക്വി അല്ലെങ്കിൽ സഈദ് അഥവാ ദുരിതമനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ ഭാഗ്യവാൻ. ഈ കുഞ്ഞ് സ്വർഗാവകാശിയാണോ അതോ നരകാവകാശിയാണോ എന്ന് രേഖപ്പെടുത്തുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുയരാം: നമ്മുടെ വിധി മുൻകൂട്ടി എഴുതിവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? അവിടെയാണ് ഹദീദിന്റെ അടുത്ത ഭാഗം വളരെ പ്രധാനമാകുന്നത്. നബി സല്ലല്ലാഹു പറഞ്ഞു: അല്ലാഹുവാണ് സത്യം. നിങ്ങളിൽ ഒരാൾ സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ സ്വർഗത്തിനും അയാൾക്കുമിടയിൽ ഒരു മുഴം അകലം മാത്രമാകുമ്പോൾ അവന്റെ വിധി അവനെ അതിജയിക്കുന്നു. അങ്ങനെ അയാൾ നരകാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് നരകത്തിൽ പ്രവേശിക്കുന്നു. ഈ വാക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ആരാധനകളിൽ മുഴുകുകയും ചെയ്യുന്നു. ആളുകൾ അവനെ കണ്ടാൽ സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയും. പക്ഷേ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ അവന്റെ മനസ്സ് മാറിയേക്കാം. അവന്റെ വിധി അവനെ വഴിതെറ്റിച്ചേക്കാം. അതോടെ നരകാവകാശികളുടെ പ്രവൃത്തികൾ ചെയ്ത് നരകത്തിൽ പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു തുടർന്നു: അപ്രകാരം തന്നെ നിങ്ങളിൽ ഒരാൾ നരകാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ നരകത്തിനും അയാൾക്കുമിടയിൽ ഒരു മുഴം അകലം മാത്രമാകുമ്പോൾ അവന്റെ വിധി അവനെ അതിജയിക്കുന്നു. അങ്ങനെ അയാൾ സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇത് ആദ്യത്തേതിനേക്കാൾ പ്രതീക്ഷ നൽകുന്ന ഒരു ഭാഗമാണ്. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ തിന്മകളിൽ മുഴുകി ജീവിക്കുന്നു. ഒരുപക്ഷെ ആളുകൾ അവനെ ദുർമാർഗി എന്ന് വിളിച്ചേക്കാം. എന്നാൽ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം അവനെ തേടിയെത്തുന്നു. അവൻ മനസ്താപത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. ഒരുപക്ഷെ ഒരു നല്ല വാക്ക് പറയുകയോ ഒരു നല്ല പ്രവൃത്തി ചെയ്യുകയോ ചെയ്യുന്നു. അതോടെ അവന്റെ വിധി അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഈ ഹദീസ് കേട്ടപ്പോൾ സഹാബിമാർക്ക് എങ്ങനെയായിരിക്കും തോന്നിയത്? തീർച്ചയായും അതവരെ കൂടുതൽ വിനയാന്വിതരാക്കിയിട്ടുണ്ടാവും. അവരുടെ അമലുകളിൽ അവർക്ക് അഹങ്കരിക്കാൻ ഒരവസരവും ഈ ഹദീസ് നൽകുന്നില്ല. ഇന്ന് ഞാൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ എന്നെ നാളെ സ്വർഗത്തിലെത്തിക്കുമെന്ന ഉറപ്പെനിക്കില്ല. അതുകൊണ്ട് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവേ, എന്റെ അമലുകൾ സ്വീകരിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു തിന്മ ചെയ്തു പോകുമ്പോൾ നിരാശപ്പെടാനും ഈ ഹദീസ് അവസരം നൽകുന്നില്ല. എന്റെ ജീവിതം മുഴുവൻ പാഴായി പോയല്ലോ എന്ന് കരുതി നിരാശപ്പെടരുത്. എനിക്ക് ഇനിയും അവസരമുണ്ട്, എനിക്ക് ഇനിയും അള്ളാഹുവിലേക്ക് മടങ്ങാം എന്ന പ്രതീക്ഷ അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് സഹാബിമാർക്ക് ഈ ഹദീസ് ഭയവും പ്രതീക്ഷയും ഒരേ സമയം നൽകി. ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. അഹങ്കാരമില്ലായ്മ,
നാം ചെയ്യുന്ന നന്മകളിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനവും വിജയിക്കില്ല. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും വിനയത്തോടും അള്ളാഹുവിന്റെ സഹായം തേടിയും ചെയ്യുക. പ്രതീക്ഷ: നാം തിന്മകൾ ചെയ്തു പോയാൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശരാകരുത്. നമ്മുടെ അവസാന നിമിഷം വരെ പശ്ചാത്താപത്തിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അന്ത്യം നന്നാവാനുള്ള പ്രാർത്ഥന: നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യൻ ഏത് അവസ്ഥയിലാണോ മരിക്കുന്നത്, ആ അവസ്ഥയിലായിരിക്കും അവൻ ഖിയാമത്ത് നാളിൽ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് യാ അല്ലാഹ്, ഞങ്ങളുടെ അന്ത്യം നീ നന്നാക്കണമേ എന്ന് നാം നിരന്തരമായി പ്രാർത്ഥിക്കണം. ആത്മവിമർശനം: നാം ഓരോ ദിവസവും നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഞാൻ എന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും അള്ളാഹുവിലേക്ക് ഒരു ചുവട് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരന്മാരെ, ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എന്നത് ഒരു യാത്രയാണ്. ഈ യാത്രയുടെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല, നിരാശപ്പെടാൻ ഒന്നിനും അവകാശവുമില്ല. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഈ ഹദീസ് കേൾക്കുമ്പോൾ സഹാബിമാർ ഈ അറിവിനെ ഒരു ഭാരമായി കണ്ടിട്ടില്ല, മറിച്ച് ഇതവരെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കി. കാരണം അവർക്കറിയാമായിരുന്നു, എത്ര തിന്മ ചെയ്താലും പശ്ചാത്താപത്തിന് ഒരു അവസരമുണ്ട്. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹുവെ, ഞങ്ങളുടെ അവസാന നിമിഷം നീ നന്നാക്കണമേ. ഞങ്ങളെ നിന്റെ കാരുണ്യത്താൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ആമീൻ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.